ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കണം. ആര് നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാര് നിങ്ങളുടെ തലയിൽ എണ്ണ തേച്ച ദിവസം ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. പെണ്ണുങ്ങൾ പറയാ, തലയിലല്ലേ എണ്ണ കുളിപ്പിച്ച് കളത്തേണ്ട സമയം കഴിഞ്ഞു, എണ്ണ തേക്കാൻ അങ്ങോട്ട് ചെന്നാ മതി. ഭാര്യയുടെ മുന്നിൽ പോണ എണ്ണ തേക്കാൻ തലയായിട്ട് സുബ്ഹാനല്ലാഹ്. ഇനി മീശയല്ല വെട്ടിക്കൊടുക്കണ, തല തന്നെ വെട്ടിക്കളയ. അങ്ങനത്തെ കയ്യിലിരിപ്പ ഭർത്താവിന്. അങ്ങാർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാ മതി. ഇങ്ങാരുടെ സ്വഭാവം എനിക്കല്ലേ അറിയൂ ഉസ്താദ്. അതന്നെ നിങ്ങൾ ആരെങ്കിലും എന്തുകൊണ്ടപ്പാ നിന്റെ ഭാര്യയല്ലേ നിന്റെ തലയിൽ എണ്ണ തേച്ച് തരേണ്ടത്, എന്തുകൊണ്ടാ നിങ്ങൾ കൊടുക്കാത്ത? പണ്ട് ഇപ്പോഴല്ലേ ബാർബർ ഷോപ്പൊക്കെ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭർത്താവിന് മീശ വെട്ടി കൊടുക്കുന്ന കത്രിക എടുത്തോണ്ട് പോയി കണ്ണാടി പിടിച്ചു കൊടുത്ത് വെട്ടും. അന്ന് ഈ മുടി വെട്ടുന്ന ആൾക്കാർ വീട്ടിൽ വരുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ? ഭർത്താവിന്റെ മീശ ഭാര്യ വെട്ടണം. ഭാര്യയാണ് ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കേണ്ടത്. അതൊക്കെ ഒരു വല്ലാത്ത സുഖമുള്ള ജീവിതമാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കതൊക്കെ ഓർക്കുമ്പോ തന്നെ ടെൻഷനാ. അള്ളാഹു പറഞ്ഞു പെണ്ണ് കെട്ടിയാ സമാധാനം കിട്ടും. അള്ളാഹ് എന്താ പറഞ്ഞ്? കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടും. നമ്മൾ പെണ്ണ് കെട്ടിയപ്പോ സമാധാനം പോയി. അള്ളാഹ് അവസ്ഥ. അല്ല പറഞ്ഞ കല്യാണം കഴിച്ചാൽ സമാധാനം. അള്ളാഹു അല്ലെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അള്ളാഹു പറഞ്ഞത് നീ വിവാഹം കഴിച്ചാൽ നിനക്ക് സമാധാനം ഉണ്ടാകും, സാമ്പത്തിക നേട്ടമുണ്ടാകും, ബർക്കത്തുണ്ടാകും. നമ്മൾ കെട്ടിയപ്പോ എല്ലാം പോയി, കൊത്തുവാളയെടുത്ത്. എന്തുകൊണ്ട് ഖുർആൻ പറഞ്ഞത് ഒരിക്കലും തെറ്റാകില്ല. ഖുർആൻ പറഞ്ഞത് ശരിയാ. പക്ഷെ തെറ്റാനുള്ള കാരണം നമ്മുടെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്? നിങ്ങൾ പഠിക്കു സഹോദര. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്ന്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതല്ലേ? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അരക്കയ്യന്മാരെയൊന്നും അവിടെ കേട്ടത്തില്ല. പൊക്കണമെങ്കിൽ നല്ലപോലെ പൊക്കിക്കോ. അൽഹംദുലില്ലാഹ്. താത്തമാരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സ്വർഗത്തിൽ പോകാൻ മോതിരം തിളങ്ങുന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഫർദക്കകത്ത് പിടിച്ചിടാതെ ഇന്ന് തരാവുള്ളതല്ലേ. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, നിങ്ങളൊരു ചരിത്രം ഞാൻ പറയാം. ഈ ആടിനെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന്. ഇൻഷാ അല്ലാഹ് ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ കൂടെ നടക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗത്തിൽ പോകാനാണ്. ആദം നബി ഇങ്ങനെ സ്വർഗത്തിലൂടെ നടക്കുമ്പോ അല്ലാഹ് ചോദിച്ചു, എന്തേ ആദമേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? സ്വർഗത്തിലൂടെ നടക്കുന്ന ആദം നബിയോട് അള്ളാഹു ചോദിക്കുകയാ, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. അള്ളാഹുവേ, ജോലിയുണ്ട, കിളയ്ക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട, എല്ലാമുണ്ട് സ്വർഗത്തിൽ. കഷ്ടപ്പാടില്ല, വിയർപ്പില്ല, മലമില്ല, മൂത്രമില്ല, ഒന്നുമില്ല, ദുർഗന്ധമില്ല. എല്ലാവർക്കും 33 വയസ്സ്, എല്ലാവർക്കും ഒരേ സൗന്ദര്യം. അപ്പൊ എല്ലാരും ഇങ്ങനെ അതാ സ്വർഗം. സ്വർഗത്തിലേക്ക് പോകൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം മഹാനായ ആദം നബി സ്വർഗത്തിലൂടെ നടക്കുമ്പോ അള്ളാഹു ചോദിച്ചു, എന്തേ ആദമേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? അള്ളാഹ് ഒറ്റയ്ക്ക് നടന്നിട്ട് ഒരു സുഖമില്ല. എന്താ പറയണേ? അള്ളാഹ് ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. എന്തോ ഒരു കുറവുള്ളത് പോലെ. എവിടെ വെച്ചാ മനുഷ്യ പറഞ്ഞ? സ്വർഗത്തിൽ വെച്ച്. അള്ളാഹുടെ സ്വർഗത്തിൽ വെച്ചിട്ട് ആദം നബി പറയണ ഒറ്റയ്ക്ക് നടന്നിട്ട് എന്തോ ഒരു പ്രയാസം. അല്ലാഹ് ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോഴാ ആദം നബിക്ക് സമാധാനം കിട്ടി. അപ്പൊ ആലോചിക്ക്, സ്വർഗത്തിനേക്കാളും വലിയ സന്തോഷം കുടുംബജീവിതത്തിനല്ലേ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം, അതാണ് സഹോദര ലോകത്തെ ഏറ്റവും മനോഹരം കുടുംബജീവിതമാണ്. ഭർത്താവ് ഭാര്യയുടെ തലയിൽ, ഭാര്യ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കണം. പെങ്ങളെ, നിനക്കറിയോ പ്രതിഫലം? നിനക്കറിയോ നിന്റെ പാവങ്ങൾ അല്ലാഹ് പുറത്തുതരണേ? നിന്റെ ഇക്കാടെ തലയിൽ ഇത്തിരി എണ്ണ തേച്ചു കൊടുക്കുന്നതിലൂടെ നിന്റെ പാപം അല്ലാഹ് പുറത്തു തരും. സ്നേഹത്തോടെ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. കാമുകിയുടെ കയ്യിൽ, കണ്ടവന്റെ ഭാര്യയുടെ അല്ല, സ്വന്തം ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച ഈ കൈയുടെ വിരലുകൾക്കിടയിലൂടെ നിങ്ങളുടെ രണ്ടുപേരുടെയും പാപം അല്ലാഹു പൊറുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എടാ, സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാ കിട്ടുന്ന പ്രതിഫലം അറിയോ?
സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് അജിരിക്കൂല, അയൽവാസിയുടെ ഭാര്യ നോക്കിയിട്ട് ആമിന സുഖാണോടി തിന്നോടി. സ്വന്തം പെണ്ണുപിള്ളയെ കാണുമ്പോഴും മറുതാന്ന് പറയിക്കണേ. ഇവിടെ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയ കിട്ടുന്ന പ്രതിഫലം അറിയും. അല്ലാഹു അഅലം. നീ ഒന്ന് നോക്ക് നിന്റെ ഭാര്യയെ, എന്ത് സുന്ദരി എന്നറിയോ? നീ കണ്ടവന്റെ ഭാര്യയെ നോക്കിയിട്ട് സൗന്ദര്യം പറയടാ, നിന്റെ ഭാര്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവൾ. നിനക്ക് വേണ്ടി ജീവിക്കുന്നവളാ നിന്റെ ഭാര്യ. നീ അവളുടെ മുഖത്ത് നോക്ക്. ഇപ്പൊ നിങ്ങൾ പറയൂ ഉസ്താദേ, ഇതെന്റെ പെണ്ണുമ്പിള്ള എടുത്ത് പറയാൻ, നിന്നോടും കൂടെ പറയണത്. നീ സ്വന്തം ഭർത്താവിന് കഷണ്ടിയായി മുടിയൊക്കെ നരച്ച് ഗ്ലാമർ ഇല്ല, എപ്പോഴും അകന്നകന്ന്. മോളെ, നീ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് സ്നേഹത്തോടെ നീ നോക്ക്. നോക്കുന്നതിന് പോലും കൂലിയല്ലേ? അള്ളാഹുവെ ഒന്ന് കൈ പിടിച്ച പാപം പൊറുക്കല്ലേ? എന്റെ പെങ്ങളെ, നീയാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി. ഭർത്താവിന്റെ എന്ത് കാര്യം ചെയ്തു കൊടുത്താലും, വസ്ത്രം കഴുകി കൊടുത്താൽ എല്ലാത്തിനും നിനക്ക് പ്രതിഫലമാ. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് പെണ്ണാണ്. പക്ഷെ എല്ലാം ഒറ്റ വാക്കിൽ നശിപ്പിച്ചു കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. പെണ്ണിനെ പോലെ പ്രതിഫലമുള്ള ആരുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മുഖത്ത് നോക്കിയാൽ, കയ്യിൽ പിടിച്ചാൽ, വസ്ത്രം കഴുകിയാൽ, ഭക്ഷണം വെച്ചാൽ, എന്ത് ചെയ്താലും പ്രതിഫലം 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 പ്രതിഫലം. പ്രസവിച്ച പ്രതിഫലം ഇല്ല, എല്ലാ പാല് കൊടുത്ത പ്രതിഫലം. എന്ത് കാര്യം ചെയ്താലും പെണ്ണിന് പ്രതിഫലം കിട്ടും. പക്ഷെ ഇത്രയും പ്രതിഫലം ഉണ്ടെങ്കിലും ഒറ്റ വാക്കിൽ അത് മുഴുവനും നശിപ്പിച്ചു കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതേത് വാക്കാ? ഏത് വാക്കാ? ഒരു ഉദാഹരണം ഞാൻ പറയാം. നന്ദിയില്ലാത്ത വാക്ക് പറയും പെണ്ണുങ്ങൾ. നന്ദിയില്ലാത്ത വാക്ക് പറയും. നിങ്ങൾ ഉദാഹരണത്തിന് 10 കൊല്ലമായി വിവാഹം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും വഴക്കില്ല, ബഹളമില്ല, സന്തോഷം സമാധാനം എല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാ അവളുടെ കുടുംബത്തിൽ ഒരു കല്യാണമാണ്. ഓള് കെട്ടിവന്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു നല്ല ഒരു സാരി വേണം, വില കൂടിയ ഒരു സാരി വേണം. അല്ലാഹുവേ, അങ്ങനെ വാങ്ങിക്കൊടുക്കാമെന്ന് സമ്മതിച്ചു. കല്യാണത്തിനൊക്കെ ഡേറ്റ് അടുത്ത് വന്നു. പടച്ചോനെ, ഓള് പറഞ്ഞ കാര്യം വാങ്ങാതെ എങ്ങാണ് നിങ്ങൾ വീട്ടിലൊന്ന് കയറിപ്പോയി നോക്കിക്കേ. നമ്മുടെ ഭാര്യ പറഞ്ഞ ആ ഒരു കാര്യം നമ്മൾ വാങ്ങിക്കാതെ വീട്ടിനകത്തേക്ക് കയറിപ്പോയാ നമ്മുടെ ഭാര്യ പറയുന്ന വാക്കെന്തെന്നറിയോ? അല്ലെങ്കിൽ ഇന്ന് വരെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും മേടിച്ചു തന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ 10 കൊല്ലം ചെയ്തത് മുഴുവനും പോയി. അല്ലാഹു കാക്കുമാറാകട്ടെ. നന്ദിയില്ലാത്ത വാക്ക്, ഒരൊറ്റ വാക്ക് പറയും, ഇന്ന് വരെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? ഒരൊറ്റ പറച്ചലാ നീ. ആ ഒരൊറ്റ പറച്ചലിലൂടെ നിന്റെ എല്ലാം പോയി. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഭാര്യയും ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീബി റളിയല്ലാഹു എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവന്ന ഭാര്യയ്ക്ക് കൊടുക്കും. നമ്മൾ മോന്തും. നമ്മൾ ആദ്യം ചെയ്യും പഠിക്കേണ്ടത്, മണിയറയിൽ ഭർത്താവ് കുടിച്ചിട്ട് ഭാര്യയ്ക്ക് കൊടുക്കും. അങ്ങനെയല്ലേ ഉസ്താദ്? അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരല്പം പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോ, ഇന്ന് ആയിഷ നീ കുടിക്കെന്ന് പറഞ്ഞ ആയിഷ ബീവിയുടെ കൈ കൊടുത്തു. ആയിഷ ബീവി കുടിച്ചു. കുടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു കൊടുത്തപ്പോ ആ പാത്രം ഇങ്ങനെ മേടിച്ചിട്ട് എന്തോ നോക്കുന്നുണ്ട്. അപ്പൊ ആയിഷ ബീവി എന്താ നബിയെ കളഞ്ഞു പോയതുപോലെ നോക്കണേ? അല്ല ആയിഷ, നിന്റെ ചുണ്ട് എവിടാ വെച്ച് കുടിച്ചേന്ന് നോക്കുവാന്ന്. നീ എവിടെയാണോ ചുണ്ട് വെച്ച് നോക്കി, ഇവിടാണ്. ആയിഷ ബീവി ചുണ്ട് വെച്ച അതേ സ്ഥലത്ത് മുത്തി നബി ചുണ്ട് വെച്ചിട്ട് പാല് കുടിച്ചു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും തിന്ന പാത്രത്തിനകത്ത് നിങ്ങളുടെ ആമിന തിന്നുമോ? പറമനിച്ച പണ്ടുള്ള ആൾക്കാര് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിൽക്കും, ഭാര്യമാര് നോക്കി നിൽക്കും, ആ പാത്രത്തിൽ ഇത്തിരി ബാക്കി ഉണ്ടാകും കഴിക്കാൻ. ഇന്നോ പറമ്പി നോക്കിയാൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. റസൂൽ അതാ കുടുംബജീവിതം എന്ന് പറയും. ഒരു പുതപ്പിന്റെ കീഴിൽ കിടക്കലും മാത്രമല്ല, ഈ പെരുമാതുറയിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയോ? ഈ പെരുമാതുറയിലെ ഏറ്റവും മനോഹരമായ വീട്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വീട്, ആരുടെ വീട്ടിലാണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത്, ആ വീടാണ് പെരുമാതുറയിലെ ഏറ്റവും മനോഹരമായ വീട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്നുണ്ടോ? ഒന്ന് കൈവയ്ക്കുക. അങ്ങനെ ആരെങ്കിലും ഒരാളെങ്കിലും പൊക്കറോ? ആരാ? അൽഹംദുലില്ലാ, നിങ്ങൾ രക്ഷപ്പെട്ടു മനുഷ്യാട്ടാ, നിങ്ങൾ രക്ഷപ്പെട്ടു. ഇതായിരിക്കേണ്ടത് സ്വന്തം ഭാര്യയും മക്കളും ഒരുമിച്ചിരുന്ന്. അതാ വീട്, അതാ വിഷയം ഞാൻ പറഞ്ഞത്. പഠിക്കണം. കുടുംബജീവിതം തന്നെ ഒരു 2 ദിവസം വഴുത് പറയണം ഇൻഷാ അല്ലാഹ്. അടുത്ത കൊല്ലമെങ്കിലും ഒരു 2 ദിവസം വഴുത് പറയണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു ദിവസം ഭർത്താവിന് ഭാര്യയോടുള്ള കടമ,
രണ്ടാമത്തെ ദിവസം ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ നമുക്ക് പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാർ, ഇതിനേക്കാളും വലിയ, അതുകൊണ്ട് ബഹുമാനമില്ല, ഒന്നുമില്ല. പഠിക്കണം പെങ്ങളെ. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഭർത്താവ് ആരെന്ന് പിടിക്കോ? അറിയോ? ആരാ ഭർത്താവിനോട് ചോദിക്കേണ്ടത്? മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള്. ഒരു സഹാബി യാത്ര പോകുമ്പോ ഭാര്യയോട് പറഞ്ഞു, നീ വീടിന് വെളിയിൽ ഇറങ്ങരുത്. എല്ലാം മേടിച്ചു കൊടുത്തു, എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. ഭർത്താവ് പോകുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു, നീ വീടിന് പുറത്തിറങ്ങരുത്. പറഞ്ഞിട്ട് പോയി. അല്ലാഹുവേ പടച്ചവൻ, അപ്പോഴാണ് ഈ പെണ്ണിന്റെ വാപ്പയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി. അപ്പൊ വീട്ടുകാര് വന്നിട്ട് പറഞ്ഞു, നിന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുന്നു. അപ്പൊ ഈ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ആളെ പറഞ്ഞു വിട്ടു, നബിയെ, എന്റെ വാപ്പ രോഗിയായി കിടക്കുകയാ. ഭർത്താവ് പറഞ്ഞത് വീടിന്റെ പുറത്തിറങ്ങരുതെന്നാണ്. എന്ത് ചെയ്യണം? ഞാൻ പോകണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞതനുസരിക്കും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, പെണ്ണ്, നിന്റെ വാപ്പ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കാം, അവസാനമായിട്ട് നിനക്കൊന്ന് കാണണമെങ്കിൽ വാ. അപ്പോഴീ പെണ്ണ് മുത്തി നബിയുടെ മുന്നിൽ ആളെ പറഞ്ഞു വിട്ടു. അപ്പോഴും നബി പറഞ്ഞു, ഭർത്താവ് പറഞ്ഞതനുസരിക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നിന്റെ വാപ്പ മരിച്ചു, ഇനി ജീവിരിക്കലും നിന്റെ ഉപ്പാനെ കാണാൻ പറ്റൂല, വേണമെങ്കിൽ ഇറങ്ങി വാ, അവസാനമായിട്ടൊന്ന് കണ്ടോ. അപ്പോഴും മുത്തി നബിയുടെ മുന്നിൽ പറഞ്ഞു വിട്ടു. അപ്പോഴും പറഞ്ഞു, ഭർത്താവ് പറഞ്ഞതനുസരിക്കും. നമ്മളോ? നമ്മുടെ ഭാര്യയോ? ഓള് വീട്ടിൽ പോയി നിന്നിട്ട് വിളിച്ചു പറയും, ഞാനിവിടെ എത്തിയെന്ന്. അതാ മനസ്സിലാക്കേണ്ടത്. കുടുംബജീവിതം അത്രയും പുണ്യമാണ്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു പെണ്ണ് വെളിയിലൂടെ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അവളെ ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പഠിക്കണം പെങ്ങളെ. ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. അതാണ് ജീവിതം. അങ്ങനെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാ സന്തോഷവും സമാധാനം. നീ പഠിക്കേണ്ടത് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീബി. ചരിത്രം വായിച്ചു നോക്കണം. ഖദീജ എന്ന് പറഞ്ഞ മുത്തുനബി കരയും. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേര് പറഞ്ഞാൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കരയും. അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ആരെങ്കിലും ഇത്തിരി ഇറച്ചി കൊണ്ടുവന്ന് കൊടുത്ത ആദ്യം ഭാര്യയുടെ സ്വന്തം വീട്ടിലെടുക്കുന്നതിനേക്കാളും കൂട്ടുകാരിയുടെ, ഖദീജ എന്റെ ഭാര്യയുടെ കൂട്ടുകാരിയല്ല, അവൾക്ക് കൊടുത്തുവിടും. അത്രയ്ക്കും സ്നേഹമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. പെണ്ണ് കെട്ടിയത് അപ്പോഴാ. 25കാരൻ 40കാരിയെ വിവാഹം കഴിച്ചു. പ്രണയ വിവാഹമായിരുന്നില്ല, മനസ്സിലായിക്കോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവിയെ വിവാഹം കഴിച്ചു. 25 കൊല്ലം ജീവിച്ചു ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം മുത്തുനബി ഒരു ദിവസം വീട്ടിലേക്ക് കയറി വരുമ്പോ പ്രായം ചെന്ന ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കുളിച്ചൊരുങ്ങി നിൽക്കുക. എന്തേ ഖദീജ ഇന്ന് പ്രത്യേകിച്ച്? എന്തേ ഇന്ന് വല്ലാത്ത പ്രത്യേകത? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം വിളമ്പി കൊടുത്തു, കുളിക്കാൻ വെള്ളമെടുത്തു കൊടുത്തു, അവസാനം മുത്തുനബിക്ക് ഭക്ഷണം വാരി കൊടുത്തു. ഇതെല്ലാം കണ്ടിട്ട് പ്രവാചകന് വല്ലാത്ത അത്ഭുതം. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയോട് ചോദിച്ചു, ഞാൻ മടി കിടക്കട്ടെ നബിയെ? ഖദീജ ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ, ഞാൻ പോകുവാണ് നബിയെ. 25 കൊല്ലം നമ്മൾ രണ്ടും ഒരുമിച്ച് ജീവിച്ചു. ഈ 25 വർഷത്തിന്റെ ഇടയിൽ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുടെ വാ പൊത്തിപ്പിടിച്ചു. നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നു? നീ എന്നോട് യാത്ര പറയുന്നോ ഖദീജ? നീ എന്നെ വിട്ടിട്ട് പോകുകയാണോ? നീ എന്താ ഈ പറയണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുടെ വാ പൊത്തിപ്പിടിച്ചു. നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്, കാരണം നിന്നെ കുറിച്ച് പറയാൻ ഒരു പരാതി എനിക്കില്ല ഖദീജ. 25 കൊല്ലം ജീവിച്ചിട്ട് ഒരു ഭർത്താവ് തന്നെക്കാളും 15 വയസ്സ് കൂടുതലുള്ള ഭാര്യയോട് പറയാ, എനിക്ക് ഒരു പരാതിയില്ല, നിന്നെ കുറിച്ച് പറയാൻ ഒരു പരാതിയില്ല. ഉറപ്പായിരുന്നു. കാരണം ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ലോകത്ത് ഒരു പെണ്ണിനും കിട്ടൂല അതുപോലത്തെ പ്രതിഫലം. ലോകത്ത് ഒരു ഭാര്യയ്ക്കും കിട്ടാത്ത പ്രതിഫലമാ ഖദീജ ബീവിക്ക്. സ്വർഗത്തിൽ ഒരു മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം, ആരും ശല്യം ചെയ്യാത്ത ഭാഗത്ത്. എന്തിനെന്നറിയോ?
25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല. 25 കൊല്ലം റസൂലുള്ളാഹി തന്നെക്കാളും വയസ്സ് കുറഞ്ഞ നബിയോടൊപ്പം 1-2 വയസ്സല്ല, ഇത്ര വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും ഒന്ന് ശബ്ദമുയർത്തിയിട്ടില്ല ഖദീജ. അതാണ് ഭാര്യ. അത് വെച്ച് നോക്കുമ്പോ നമ്മുടെ ആമിനായിക്ക് കിട്ടുന്ന നരകത്തിൽ എവിടെയെങ്കിലും ഒരു വീട് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തൊക്കെയാ പഠിക്കുമങ്ങളെ. 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ടില്ല. ഖദീജ ബീവിയോട് ഇത് പറഞ്ഞപ്പോ ചാടി എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തു. എത്രാമത്തെ വയസ്സിൽ ചിന്തിക്ക്, എത്രാമത്തെ വയസ്സിൽ നിങ്ങൾ ചിന്തിക്ക്. പ്രായം ചെന്ന ഖദീജ ബീവി. നമ്മളോ പ്രായമായി കഴിഞ്ഞ ആമിനയുടെ റൂമിൽ, അബൂബക്കറിന്റെ റൂമിൽ കിടക്കണം. പ്രായമായി കഴിഞ്ഞാൽ ഒരുമിച്ച് കിടക്കോ? നിങ്ങൾ എത്ര പേര് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കണം? എത്ര പേരുണ്ട്? കാരണം വയസ്സാങ്കാലമായി കഴിഞ്ഞപ്പോ അവളെ കൊണ്ട് പ്രയോജനമില്ല. തെള്ളി അക്കരെ ഇക്കരെ കിടക്കാം. ആമിന മാമോളെ ഭർത്താവ് വിളിക്കുക, ആമിന മാമക്ക് ഒരുമിച്ച് കിടക്കാം. മക്കളൊക്കെ ഇരിക്കുന്നുണ്ടില്ലയോ? പിന്നെ മക്കളെന്താ നീ അങ്ങനെ? എന്റെ പൊന്നാര പെങ്ങളെ വയസ്സാങ്കാലത്തല്ലേ താങ്ങും തണലുമാകണ്ടേ? ആരാരും ഇല്ലാത്തപ്പോഴല്ലേ നീ താങ്ങാവേണ്ടത്? ഖദീജ ബീബി റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ട് മുത്തം കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷം കാരണം. എന്നിട്ട് ചോദിച്ചു, എനിക്കൊരു 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുവോ? ഭാര്യ ഭർത്താവിനോടല്ലേ പറയേണ്ടത്? ഖദീജ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, എനിക്കൊരു 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുവോ? എന്താ ഖദീജ? ഞാൻ മരിച്ചാൽ നിങ്ങൾ തന്നെ എന്നെ കുളിപ്പിക്കണം, വേറെ ആരെയും വിടരുത്. എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാ നബിയേ. ഖദീജ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അവസാനമായി കുളിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൈകൊണ്ടാ നബിയേ. നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഖദീജ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാ, എന്നെ നിന്നെ കുളിപ്പിക്കാം. ഖദീജ രണ്ടാമതായി പറയുന്നു, നബിയേ, അങ്ങന്റെ മയ്യത്ത് പൊതിയുമ്പോ നമ്മൾ രണ്ടുപേരും കിടക്കുന്ന സമയത്ത് പുതയ്ക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, എന്റെ കഫം പൊതിയുന്ന സമയത്ത് അങ്ങയുടെ ചുമലിൽ എപ്പോഴും കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, അതെന്റെ കഫം തുണിക്കകത്ത് വെക്കണേ യാ റസൂലല്ലാഹ്. ഖബറിൽ കിടക്കുമ്പോഴും നിങ്ങനെ വാസന എനിക്ക് വേണം. നിങ്ങളുടെ ആ വിയർപ്പിന്റെ മണമുണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിന്റെ സുഗന്ധമുണ്ടല്ലോ, ഖബറിനകത്ത് കിടക്കുമ്പോഴും എന്റെ കൂടെ എനിക്ക് വേണം നബിയേ. അതുകൊണ്ട് നിങ്ങൾ എന്റെ മയ്യത്ത് പൊതിയുമ്പോൾ ഈ പുതപ്പന്റെ കഫൻ തുണിക്കകത്ത് വെക്കുമോ നബിയേ? വെച്ച് തരാ ഖദീജ. യാ റസൂലല്ലാഹ്, 6 അടി മണ്ണിൽ എന്റെ മയ്യത്തിറക്കുമ്പോ, എന്റെ ജനാസ ഖബറിന്റെ അകത്തിറക്കുമ്പോ നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്നെ ഖബറിനകത്ത് ഇറക്കി വെക്കാൻ. എന്റെ ജനാസ ഖബറിൽ ഇറക്കി വെക്കേണ്ടത് നിങ്ങളുടെ കൈ കൊണ്ടായിരിക്കണം നബിയേ. സാധിപ്പിച്ചു തരുവോ യാ റസൂലല്ലാഹ്? പെങ്ങളെ ഖദീജ യാത്ര പറയുകയാ. മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് നിറഞ്ഞു. ലോകത്തേത് പെണ്ണിനാ ഇതുപോലെയുള്ള ഭാഗ്യം കിട്ടുക? ഏത് പെണ്ണിനാ മോളെ ഇതുപോലെയുള്ള ഭാഗ്യം കിട്ടുക? ഖദീജ ബീവി മുത്തുനബിയോട് യാത്ര പറഞ്ഞു. കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. കഫം പൊതിഞ്ഞപ്പോ തന്റെ കമീതന്റെ ഷാളെടുത്ത് മയ്യത്ത് പൊതിയുമ്പോ കഫം തുണിക്കകത്ത് മുത്തുനബി വെച്ചു. ഖദീജ ബീവിയുടെ മയ്യത്ത് ഖബറിനകത്ത് ഇറക്കി വെച്ചപ്പോ ഖദീജ ബീവിയുടെ കഫം തുണിക്ക് മുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീരിങ്ങനെ വീഴുകയാ. ഖബറടക്കി 3-40 കൊണ്ട് തീർന്നില്ല വാപ്പാ. മരിക്കുന്ന കാലം വരെ ഖദീജ എന്ന് പറഞ്ഞ കരയുമായിരുന്നു. ഒരിക്കൽ ആയിഷ ബീവി എപ്പോ നോക്കിയാൽ ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചു, ഈ കിളവിയോട് ഇത്ര സ്നേഹമെന്തേ നബിയേ? കിളവിയോട് ഇത്ര സ്നേഹമെന്തേ നബിയേ? കൊച്ചുകുട്ടികളെ കരയുന്നത് പോലെ
തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ. ആയിഷ ബീവിയോട് മുത്തുനബി പറഞ്ഞു, എന്റെ ഖദീജയ്ക്ക് തുല്യം എന്റെ ഖദീജയാ, നീയൊക്കെ എത്ര വിചാരിച്ചാലും എന്റെ ഖദീജയെ പോലെയാകില്ല. അതാണ് സഹോദരാ കുടുംബജീവിതം, അതാണ് ഏറ്റവും നല്ല മനോഹരം. അതുകൊണ്ട് ജീവിക്കേണ്ടതുപോലെ ജീവിക്ക്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിർത്തുകയാണ്, വെള്ളിയാഴ്ച ജുമഅയ്ക്ക് വേണ്ടി നിങ്ങൾ മീശ വെട്ടണേ, തലയിൽ എണ്ണ തേക്കണേ, നിങ്ങൾ കുളിക്കണേ, സുഗന്ധം തേക്കണേ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ജുമഅയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ഒരു വസ്ത്രം മാറ്റി വെക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്ത് ചെയ്യണം? തലയിൽ എണ്ണ തേക്കണം, മീശ വെട്ടണം, നഖം മുറിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ കുളിക്കണം, സുഗന്ധം തേക്കണം. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് വേണ്ടി ഒരു വസ്ത്രം നിങ്ങൾ മാറ്റിവെക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വെള്ളിയാഴ്ച മാത്രം പള്ളിയിലെ ഖത്തീബ് ഒരു വസ്ത്രം ധരിക്കും, കമീസ് അല്ലേ? അത് ഒരു വെള്ളിയാഴ്ച മാത്രമേ ഇത് ധരിക്കാറുള്ളൂ. പണ്ടുള്ളവരങ്ങനെ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി ഒരു വസ്ത്രം മാറ്റിവെക്കും. എന്റെ വാപ്പാടെ എങ്ങനെ വെള്ളിയാഴ്ച മാത്രം എന്റെ ഉപ്പ ഇടുന്നൊരു വസ്ത്രമുണ്ട്, അത് അന്ന് മാത്രമേ ഇടൂ. പണ്ടുള്ളവരങ്ങനെ, പണ്ടുള്ളവര് വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരു വസ്ത്രം. നമ്മളോ കടയിൽ പോകണ അതേ വസ്ത്രം ഇട്ടുകൊണ്ട് പള്ളിയിൽ കയറും ജുമഅയ്ക്ക്. പക്ഷെ കല്യാണത്തിന് പോകണമെങ്കിലോ കുളിച്ചൊരുങ്ങിയിട്ട് വേറെ വസ്ത്രം ഇട്ടുകൊണ്ട് പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് അല്ലാഹ്, അത് നാട്ടുകാര്. ഇതല്ല അള്ളാടെ മുന്നിൽ നിസ്കരിക്കാൻ വരുമ്പോ കൂറ കൈലിയും ഒരു പന്ന ഉടുപ്പും. കല്യാണത്തിന് പോകണമെങ്കിൽ ആലോചിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി ഒരു പ്രത്യേകമായിട്ടോ വസ്ത്രം നിങ്ങൾ കരുതി വെക്കണം. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 10:30 ഞാൻ നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഇങ്ങനെ ഈ ഹദീസ്, വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ പോകുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലെ, ഒട്ടകത്തറുത്ത പ്രതിഫലം, കാളയറുത്ത പ്രതിഫലം. നമുക്ക് മുട്ടയുടെ തോട് പോലും കിട്ടൂല. അതാ പള്ളിയിൽ നേരത്തെ വരുന്നവർക്ക് ഒട്ടകത്തറുത്ത പ്രതിഫലം ഇല്ലേ? ആദ്യം വരുന്നവൻ ഒട്ടകത്തറുത്ത പ്രതിഫലം. അപ്പൊ ഇങ്ങനെ വരുന്നവർക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. നമുക്കോ ഇമാമ ഖുത്ബ ഓതി ഇബാദല്ലാഹ് റഹ്മക്കമുല്ലാഹ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന് ഓതുമ്പോ കാരണം നമുക്ക് ഇത് വല്ലതും കിട്ടുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ജുനൈദുൽ ബഅദാദി തങ്ങൾക്ക് പടച്ചവനായ ആഗ്രഹമല്ല, ഏറ്റവും കൂടുതൽ ഒന്നാമത് പള്ളിയിൽ പോയ പ്രതിഫലം എനിക്ക് വേണം. വെള്ളിയാഴ്ച ഒന്നാമത് പള്ളിയിൽ പോയ പ്രതിഫലം എനിക്ക് വേണം. അങ്ങനെ മഹാനവറുകൾ പിറ്റേ വെള്ളിയാഴ്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു 10 മണിയായപ്പോഴേ പള്ളിയിൽ പോയി. ഒരു 10 മണിയായപ്പോഴേ ജുമാ നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. പള്ളിക്കകത്താണെങ്കിൽ ആരെയും കാണുന്നില്ല. മഹാനവറുകൾ ചിന്തിച്ചു, പടച്ചവൻ, അപ്പൊ ഇന്ന് ഞാൻ ആദ്യം വന്ന പ്രതിഫലം എനിക്കായിരിക്കും. അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, ജുനൈദേ, പ്രതിഫലം പോയി, വേറെ ആള് കൊണ്ടുപോയി. ഇന്ന് രണ്ടാമന്റെ പ്രതിഫലമേ ഉള്ളൂ. ഇന്ന് രണ്ടാമത് വന്ന മനുഷ്യന്റെ പ്രതിഫലമേ നിനക്കുള്ള, ഒന്നാമത്തെ പ്രതിഫലം വേറെ ആള് കൊണ്ടുപോയി. മഹാനവറുകൾ, പടച്ചവൻ, ആരാപ്പ എനിക്ക് മുമ്പേ പള്ളി വന്ന്? പിറ്റേ വെള്ളിയാഴ്ച എന്റെ പ്രിയപ്പെട്ടവരെ സുബഹിക്ക് ബാങ്ക് വിളിച്ച് സുബഹിക്ക് പള്ളിയിൽ പോയതാ. സുബഹിക്ക് പള്ളിയിൽ പോയിട്ട് പിന്നെ പോയില്ല, പള്ളിക്കകത്ത് തന്നെ ഇരുന്നു. പിറ്റേ വെള്ളിയാഴ്ച സുബഹിക്ക് ബാങ്ക് വിളിച്ചതിന് ശേഷം പള്ളിയിൽ പോയി. എന്നിട്ട് ആ പള്ളിക്കകത്ത് തന്നെ ഇരുന്നു. ഇന്നെങ്കിലും എനിക്ക് ഒന്നാമത്തെ പ്രതിഫലം വേണം. അപ്പോഴും മിഹ്റാബിനകത്ത് നിന്ന് അശരീരി കേട്ടു, ജുനൈദേ, ഇന്നും വേറെ ആള് കൊണ്ടുപോയി. അപ്പോഴും ചിന്തിച്ചു, ആരാ അല്ലാഹ്? അപ്പൊ അത് അവസാനം മഹാനവറുകൾ മൂന്നാമത്തെ വെള്ളിയാഴ്ച സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ പോയി. എന്തിനാ? ജുമാ നിസ്കരിക്കാൻ. നമ്മളെപ്പോഴാ പോണേ? പറയറോ, നമ്മളെപ്പോഴാ പോണേ? ജുനൈദുൽ ബഅദാദി തങ്ങളെ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് കയറി. എന്തിന്? ജുമാ നിസ്കരിക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം കിട്ടാൻ. അന്നും പറഞ്ഞു കൊടുത്തു, ഇന്നും പ്രതിഫലം കൊണ്ടുപോയി. അപ്പൊ അവിടെ നിന്ന് ചോദിച്ചു, ആരാ അല്ലാഹ്?
ആരാ പടച്ചവനെ ഈ മനുഷ്യൻ? അപ്പൊ പറഞ്ഞു കൊടുത്തു, ജുമാ നമസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് ഏറ്റവും അവസാനം പോകുന്ന ആളുടെ കൈ പിടിച്ചിട്ട് ചോദിക്കാൻ. ജുമാ നമസ്കാരം കഴിഞ്ഞ് ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആളുടെ കൈ പിടിച്ചിട്ട് ചോദിക്കണം, നിങ്ങൾ എപ്പോഴാ വന്നേന്ന്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജുമാ നിസ്കാരം കഴിഞ്ഞു, ജനങ്ങൾ എല്ലാവരും പള്ളിക്കകത്ത് തന്നെ ഇരിക്കുക, ആരും ഇറങ്ങി പോണില്ല. നമ്മളോ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാരും പോകണ്ട, അവസാനം പോണ ആളറിയണ്ടേ? ഈ ചങ്ങാതി സുബഹിക്ക് മുമ്പ് വന്നതാ, പള്ളിക്കകത്ത് ഇങ്ങനെ കാത്തിരിക്കുക, ആരും പോണില്ല. പടച്ചവനെ ഇങ്ങനെ ഇരുന്ന് അവസാനം ഓരോന്നിങ്ങനെ പോയി. നമ്മുടെ അവസ്ഥയൊക്കെ വേറെയാ, അള്ളാഹു കാക്കുമാറാകട്ടെ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഇങ്ങനെ ഇരുന്നു. അവസാനം നോക്കുമ്പോ ഒരു പ്രായമുള്ള വാപ്പ, ഒരു പ്രായം ചെന്ന മനുഷ്യനാ. അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ പോവാ. ഈ മനുഷ്യനാണ് ജുമയ്ക്ക് പള്ളി വന്നിട്ട് ഏറ്റവും അവസാനം പോകുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴാ പള്ളി വന്നേ? നിങ്ങൾ എപ്പോഴാ പള്ളി വന്നേ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ബാങ്കൊക്കെ വിളിച്ചു, നിസ്കാരമൊക്കെ തുടങ്ങാറായപ്പോഴാ ഞാൻ വന്നേ. നമ്മൾ വരണ പോലെ. നിങ്ങൾ എപ്പോഴാ പള്ളിയിൽ വന്നത്? ഇവിടെ അവിടുന്ന് പ്രായമുള്ള മഹാനോട് ചോദിക്കും, നിങ്ങൾ എപ്പോഴാ പള്ളി വന്നേ? ഇപ്പൊ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പള്ളിയിൽ വന്നത് പടച്ചവന് സാധാരണ എല്ലാരും വരുന്ന പോലെ ബാങ്കൊക്കെ വിളിച്ച് ഖുതുബയുടെ സമയമായപ്പോഴാ പള്ളി വരുന്നത്. എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ ആ പ്രതിഫലം കിട്ടിയെന്നറിയൂ? ഏറ്റവും താമസിച്ചു പള്ളിയിൽ വന്നു, ഏറ്റവും ആദ്യം വന്ന മനുഷ്യന്റെ പ്രതിഫലം നേടി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏറ്റവും അവസാനം വന്നു, ഏറ്റവും ആദ്യം വന്ന ആളുടെ പ്രതിഫലം നേടി. എന്ത് ചെയ്തിട്ട്? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം, പക്ഷെ നിങ്ങൾ ചെയ്യുമെങ്കിൽ മാത്രമേ പറഞ്ഞു തന്നിട്ട് കാര്യമുള്ളൂ. വെറുതെ കളയാനാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തുകൂടെ? എന്നാ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വാ, ഫ്രണ്ടിലോട്ട് കയറിയിരിക്കും. ഇൻഷാ അല്ലാഹ് വാ, കസേര എടുത്തിട്ട് വാ. കസേര മൈക്ക് സെറ്റ് കാരണം എന്താ, ഞാനൊന്നിരുന്നോട്ടെ. വാ, ഇങ്ങോട്ട് വാ, ഞാൻ ദുആ ചെയ്യാൻ പോ. പെട്ടെന്ന് കയറി വാ. അൽഹംദുലില്ലാഹ്, പെട്ടെന്ന് കയറി വാ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതപ്പോ നിക്കണത് ബാബാ മൂല നിക്കണം. മക്കളവിടെ സ്വർഗത്തിൽ കയറിയിരി, ബാക്കിയൊക്കെ പോട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് ഈ വർഷത്തെ വഅദ് തീരുകയാണ്. നാളെ ദുആയോടുകൂടി തീരും. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം. കുറെ പേര് ഇങ്ങനെ ഒരുമിച്ച് കൂടി പിരിഞ്ഞു പോകുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഞാൻ ഖതീബിനോട് ആദ്യം ചോദിച്ചു, ഉസ്താദ് എന്തേ വെള്ളിയാഴ്ച മരണം? വെള്ളിയാഴ്ച മരണം വളരെ കുറവാണ്. കാരണം വെള്ളിയാഴ്ച മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, പടച്ചവനെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിപ്പിക്കണേ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം അത് എല്ലാവർക്കും കിട്ടൂല വാപ്പ. പെരുമാതുറയിൽ ഇന്ന് വരെ വെള്ളിയാഴ്ച മരിച്ചവരുടെ കണക്കെടുത്ത് നോക്ക്. തുച്ഛമായ ആൾക്കാർ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അത് മരിച്ചവരാരും VVIPകളായിരിക്കത്തില്ല. നോക്ക്, വലിയ പണക്കാരനോ പള്ളി അങ്ങനത്തെ വലിയ ആളൊന്നുമല്ല, സാധുക്കളായിരിക്കും വെള്ളിയാഴ്ച മരിച്ചിരിക്കുക.
അത് എല്ലാവർക്കും നിങ്ങൾ തന്നെ നിങ്ങൾ ചില ആൾക്കാരുടെ മയ്യത്ത് പെരുമാതറ പള്ളിയിൽ കൊണ്ടുവച്ചപ്പോ ആള് കണ്ടു, പള്ളി നിറഞ്ഞു, പുറം പള്ളി നിറഞ്ഞു. ആരാടാ ഇവൻ? ഇത്ര ആള് വരാൻ കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്, വലിയ ഭാഗ്യമാണ്. നമ്മളൊക്കെ തന്നെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മൾ ചിലരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം ഇവൻ ഈമാനോടുകൂടിയാണോ മരിച്ചില്ലയോ എന്ന്. ഒരാൾ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. നെറ്റിത്തടം വിയർക്കും, മൂക്കിന്റെ ദ്വാരം വികസിക്കും, വല്ലാത്ത ഒരു വെളിച്ചം. നമ്മൾ വിചാരിക്കും ഏറ്റവും വലിയ ഗ്ലാമർ വൈറ്റിനാണെന്നല്ല, ഏറ്റവും വലിയ സൗന്ദര്യം വൈറ്റ് നിറത്തിനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചു കിടക്കുന്നവരുടെ ഈ കവളി നോക്കണം, ഒരു മഞ്ഞ വല്ലാത്ത നിറം. ഇന്ന് നമ്മൾ അവരുടെ മുഖം ഓർക്കാറുണ്ട്. ഉസ്താദ്, എന്റെ വാപ്പ, അല്ലാഹു, നമ്മളിങ്ങനെ ചിന്തിക്കാറില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനോഹരമായ മരണം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെ കിട്ടൂല ഈ മരണം. ഒരാൾക്കും നല്ല മരണം വെറുതെ കിട്ടൂല. അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഖുർആൻ പറഞ്ഞു, മുസ്ലിമായിട്ടേ മരിക്കാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ നാവ് പൊങ്ങണം. നാവ് പൊങ്ങണമെങ്കിൽ അല്ലാഹ് വിചാരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയല്ല, യതീമായ മക്കൾക്ക് വേണ്ടിയല്ല, രോഗം പിടിച്ച് കിടക്കുന്നവർക്ക് വേണ്ടിയല്ല, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ ഇൽമു പഠിക്കുന്ന മദ്രസ, നമ്മുടെ മക്കൾ വന്ന് അലിഫ് ബാ പഠിക്കുന്ന മദ്രസ, നിസ്കരിക്കേണ്ടത് എങ്ങനെ, ഖുർആൻ ഓതേണ്ടത് എങ്ങനെ, മയ്യത്ത് നിസ്കരിക്കേണ്ടത് എങ്ങനെ, മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എങ്ങനെ, വുളൂഇന്റെ ഫർള് എന്ത്, വാജിബ് എന്ത്, സുന്നത്ത് എന്ത്, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് ഇവിടത്തെ മദ്രസയാ. നിങ്ങൾ ചിന്തിക്ക്, രാവിലെ മദ്രസ തുടങ്ങുമ്പോൾ ഒരു ഫാത്തിഹ ഓതും. എല്ലാ മദ്രസയിലും അവര് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹ ഓതും. പടച്ചവനെ പഠിച്ച് തീർന്നു പിരിയുമ്പോ ഒരു 3 സ്വലാത്ത് പറയും. നമ്മുടെ മക്കൾ നമ്മളെ മറന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖബറിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സൽക്കർമ്മം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് നാം ചിന്തിക്ക്, ജീവിതത്തിൽ എന്തെങ്കിലും. എനിക്കറിയുന്ന ഒരാള്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുഭവം പറഞ്ഞത് 36 വയസ്സുണ്ട്, കൊറോണ കൂടുതലായി, ലെൻസിലൊക്കെ ബാധിച്ചു. സക്കറാത്തിന്റെ അവസ്ഥയിൽ ഡോക്ടർമാര് പറഞ്ഞു ഇനി മരുന്നൊന്നുമില്ല, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചേക്കാൻ. അദ്ദേഹം കേട്ടുകൊണ്ട് കിടക്കുക. ഈ ഉസ്താദ് കേട്ടുകൊണ്ട് കിടക്കുകയാ. ഇപ്പൊ 8 ദിവസത്തെ വയല് കഴിഞ്ഞു. ഇവിടെ എത്ര ദിവസമായി? 9ാമത്തെ ദിവസത്തെ വയല. ഞാൻ ചോദിക്കട്ടെ, ഈ 36 വയസ്സുള്ള ഉസ്താദ് ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന 2 ചെറിയ മക്കളുണ്ട്. അദ്ദേഹം ഇങ്ങനെ കിടന്ന് കരയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ കരയുമ്പോ ഈ അമുസ്ലിമായ ഡോക്ടർ വിചാരിച്ചു മരിക്കാനായതുകൊണ്ട് കരയായിരിക്കും. അടുത്തുപോയി പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മരുന്നുകളും ചെയ്തു, ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ കരയല്ലേ. നിങ്ങൾ എന്തിനാ കരയണേ? നിങ്ങളുടെ മക്കളെ കുറിച്ച് ഓർത്തിട്ട് കരയാണോ, അതോ മരണം അടുത്തത് ഓർത്തിട്ട് കരയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമല്ല, ഞാൻ കരയുന്നത് മരണത്തെ ഓർത്തിട്ടൊന്നുമല്ല. കാരണം എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ അള്ളാഹു എൻ്റെ മരണം എഴുതിയിട്ടുണ്ട്. ഞാൻ എപ്പോ എവിടെ വെച്ചും മരിക്കുമെന്ന് എൻ്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. അപ്പൊ ചോദിച്ചു, പിന്നെന്തിനാ നിങ്ങൾ കരയണേ? നിങ്ങൾ എന്തിനാ കരയണേ? ആ ചെറുപ്പക്കാരനായ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ ജീവിതത്തിൽ. ഞാൻ മരിക്കുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ പോകുമ്പോ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. നിസ്കാരമോ നോമ്പോ സദക്കയോ സൽക്കർമ്മങ്ങൾ വളരെ കുറവാണല്ലോ. ഞാൻ അല്ലാഹുവിനോട് എന്തു പറയും? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, എന്തുണ്ട് വാപ്പ നിന്റെ കയ്യില്? നമ്മളൊക്കെ ഇന്ന് രാത്രി മരിച്ചുപോയ എന്തുണ്ട് കയ്യില്? ഒരു റക്അത്ത് നിസ്കാരമുണ്ടോ? എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? ഒന്നുമില്ല. ചിന്തിക്കൂ, വെറുതെ ഇങ്ങനെ ഇറച്ചിക്കോഴിയെ പോലെ നടക്കരുത്. ആലോചിക്കണം സഹോദര, മരണത്തെ കുറിച്ച് ഓർക്കിടക്കിടക്ക്. എപ്പോഴെവിടെ വെച്ചാ വരണമെന്നറിയില്ലല്ലോ. മൊബൈലൊക്കെ നോക്കിയാൽ കാണാം, 5 പേരെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു കുടുംബത്തിൽ 5 പേര്, പാപ്പയും ഉമ്മയും 3 മക്കളും. സാധാരണ ഗൾഫിൽ നിന്ന് വരുമ്പോ വണ്ടിയൊക്കെ വിളിച്ചിട്ട് പോയി ലഗേജൊക്കെ വാരി സന്തോഷത്തോടെ. പക്ഷെ ആ ഉമ്മയും വാപ്പയും 3 മക്കളും വന്നു 5 ആംബുലൻസിനകത്ത്. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം.
തുഅമ്മിലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്ർ. എടാ നീ എന്തിനാ ലോകത്തോട്ട് നോക്കണം? നിന്റെ കുടുംബത്തെ നോക്ക്. നിന്റെ വാപ്പാനെ 3 കഷ്ടം തുണിയും പൊതഞ്ഞിട്ട് ഈ പള്ളി കൊണ്ടുവച്ചത് നീ തന്നെയല്ലേ? നിന്റെ ഉമ്മ എന്ത് ചിന്തിക്കാത്ത? നാട്ടുകാരെന്തിനാ നോക്കണേ? എന്റെ ഉപ്പ എവിടെ? നമ്മുടെ ഉമ്മ എവിടെ? സഹോദര, പെരുമാതുറ പള്ളിയുടെ ഏതോ മൂലയിൽ കിടക്കുന്നുണ്ട് പള്ളിപ്പറമ്പിൽ. നിനക്ക് തിരക്കുള്ളത് കാരണം അങ്ങോട്ട് പോകാനും സമയമില്ല. നാളെ നമ്മുടെ ഗതിയും ഇത് തന്നെയാണെന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? മരണത്തെക്കുറിച്ച് ചിന്തിക്കുക സഹോദര. മരണവേദന വല്ലാത്തതാ, ഭയാനകമാ. അള്ളാഹു നമുക്ക് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.